ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു Kettle&Krafts. എല്ലാവരും എൻ്റെ മമ്മി ഉണ്ടാക്കിയ മൊബൈൽ ഫോണിൻ്റെ കവർ ഉണ്ടാക്കുന്ന ഇങ്ങനെയാണെന്ന് കണ്ടല്ലോ. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും കുറച്ച് നാളായിട്ട് എന്നോട് പറയുന്നുണ്ട് നെറ്റിപ്പട്ടം പിന്നെ എങ്ങനെ കുറേ വർഷങ്ങൾ കഴിയുമ്പം ചിലന്തി വിലയും പൊടിയൊക്കെ അടിച്ചിട്ട് അത് വൃത്തികേടായി പോകുന്നു. അപ്പോൾ അതെങ്ങനെ ശരിയാക്കാമെന്ന് എന്നോട് എല്ലാവരും ചോദിക്കുന്നുണ്ട്. അപ്പം നമുക്ക് ഒരു വർഷം 2 വർഷമൊക്കെ ആയിക്കഴിയുമ്പോഴത്തെ നെറ്റിപ്പട്ടം ഒന്നും മങ്ങാൻ ചാൻസ് ഉണ്ട് പൊടിയൊക്കെ അടിച്ചിട്ട്. അത് നമുക്ക് എങ്ങനെ പുതിയതാക്കാം എന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ആണ്. നെറ്റിപ്പട്ടം എങ്ങനെ ക്ലീൻ ചെയ്ത് പുതിയൊരു നെറ്റിപ്പട്ടം ആക്കിയെടുക്കാം. ഇതാണ് 2-3 വർഷം പഴക്കമുള്ള ഒരു നെറ്റിപ്പട്ടമാണ്. ഇതെല്ലാം ഫുള്ള് പൊടികളും ഇവിടെ എല്ലാം ചിറന്തി വിലയും കാര്യങ്ങളും ഒക്കെ ആയിട്ടിരിക്കുവാണ്. ഫുള്ള് ചിറന്തി വിലയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ നെറ്റിപ്പട്ടമാണ്, ഞാൻ തന്നെ കൊടുത്തതാണ്. അപ്പോൾ ഇത് നമുക്കൊന്ന് വൃത്തിയാക്കി എടുക്കാം. ആദ്യം ഇത് നമുക്ക് ഒന്നെങ്കിൽ ഏതെങ്കിലും ഒരു ടേബിളിൽ വെച്ചിട്ട് വേണം നമുക്ക് ഇത് ക്ലീൻ ചെയ്യാൻ. അതുപോലെ ഇപ്പം ഞാൻ ഡൈനിങ് ടേബിളിൽ വെച്ചിട്ടാണ് ക്ലീൻ ചെയ്യുന്നത്. നമുക്കിതിനെ ആദ്യം ഇങ്ങനെ കമത്തിയിടാം. ഇത് കണ്ടില്ലേ, ഇളകി ഒത്തിരി പഴയതൊക്കെ ആയിക്കഴിയുമ്പോൾ ചിലപ്പോൾ ഇളകാനൊക്കെ ചാൻസ് ഉണ്ട്. എന്നിട്ട് നമ്മൾ ഇതുപോലൊന്ന് ഫസ്റ്റ് ടൈം ജസ്റ്റ് തട്ടിക്കിടും. ഇതിനുള്ളിൽ പൊടികളെല്ലാം ഇരിക്കുക. പൊടികളെല്ലാം പോകും. നമുക്കതിനെല്ലാം തുടച്ച് മാറ്റാം. നോക്കും, ഏതെങ്കിലും ഒരു കോട്ടൺ തുണി എടുത്തതിന് ശേഷം നമുക്കിങ്ങനെ ഒന്ന് തുടച്ചെടുക്കാം. നല്ലതായിട്ട് പ്രസ് ചെയ്ത് തുടയ്ക്കുക. നെറ്റിപ്പട്ടവും അതുപോലെ എന്തെങ്കിലും ഈ ക്രാഫ്റ്റ് ഐറ്റംസ് ഒക്കെ ഉള്ളവരൊക്കെ എല്ലാ ആഴ്ചയിലും നമ്മൾ ഇതുപോലെ ക്ലീൻ ചെയ്തൊക്കെ വയ്ക്കുകയാണെങ്കിൽ ഒന്നുകൂടെ നല്ല വൃത്തിയായിട്ട് ഇരിക്കും എപ്പോഴും. ഇത് കണ്ടോ, ഇതിങ്ങനെ പോകുന്നു. നമുക്കിതെല്ലാം ക്ലീൻ ചെയ്തിട്ട് നമുക്ക് ഒട്ടിക്കാം. ഇപ്പം നമ്മൾ ഒരു വട്ടം നല്ലതായിട്ട് തുടച്ചു. നെയിൽ പോളിഷിൻ്റെ റിമൂവർ വേണം. ഇനി നമുക്ക് വേറൊരു കോട്ടൺ തുണി എടുക്കാം. എടുത്തതിന് ശേഷം ഫസ്റ്റ് നമുക്കിതൊന്ന് ഓപ്പൺ ആക്കിയിട്ട് ഇതുപോലെ നല്ലതായിട്ട് മുക്കണം. മുക്കിയതിന് ശേഷം ഇതുപോലെ തുടച്ച് കൊടുക്കുക. കണ്ടോ, കണ്ടത് നല്ലതായിട്ട് പൊടികളെല്ലാം ഇനി പോകുന്നു. നല്ല വൃത്തിയായത് കണ്ട. ജസ്റ്റ് ഒരു നെയിൽ പോളിഷിൻ്റെ റിമൂവർ മാത്രം മതി നമുക്കിത് ശരിയാക്കാൻ. വേറെ ടിന്നറൊന്നും ഇട്ട് ശരിയാക്കല്ലേ, ക്ലീൻ ചെയ്യാൻ നിൽക്കല്ലേ. നല്ലതായിട്ട് നമുക്ക് പ്രസ് ചെയ്യാം, കുഴപ്പമില്ല. ഇളവ് വന്നിട്ട് നമ്മൾ ഫെവിബോണ്ട് ഒരെണ്ണം മേടിച്ച് വെച്ചാൽ മതി. ഇത് ഞാൻ ഒരു 3D ഡയമെൻഷനിൽ ചെയ്ത ഒരു നെറ്റിപ്പട്ടമാണ്. അതുകൊണ്ടാണ് മുകളിലാണ് ഒട്ടിച്ചേക്കുന്നത്. അകത്തൊട്ടിച്ചേക്കുന്നതാണെങ്കിലും ഇളവുവാണെങ്കിലും കുഴപ്പമില്ലാതെ അങ്ങനെ തന്നെ നമുക്കത് ഒട്ടിച്ച് കൊടുത്താൽ മതി. നമ്മുടെ കുഞ്ചലം ഒന്ന് വൃത്തിയാക്കാം. കുഞ്ചലത്തിൻ്റെ എല്ലാം ഇളകിയിരിക്കുക. നമുക്കതെല്ലാം ഒട്ടിക്കണം. ഇതെല്ലാം ലാസ്റ്റ് വേണം ഒട്ടിക്കലും പരിപാടി എല്ലാം ചെയ്യാൻ. അപ്പോൾ നമ്മുടെ ഒന്ന് കണ്ടല്ലേ, ഒന്ന് വൃത്തിയായില്ലേ നല്ലതായിട്ട്. നമ്മളെല്ലാം ഒന്ന് നോക്കുക എന്തെങ്കിലും ഇളകാനുണ്ടോ എന്നുള്ളത്. ഇളകാനുണ്ടെങ്കിൽ നമ്മൾ ഇളക്കി ഒട്ടിക്കുക. പിന്നെ നമുക്ക് ഇത് ശരിക്കും മുഷിഞ്ഞു പോയതാണ്. ഇനി നമുക്ക് ക്ലീൻ ചെയ്യണം. അതാണ് ഇച്ചിരി പ്രയാസമാണ് ക്ലീൻ ചെയ്യുന്നതിൻ്റെ. നമുക്ക് വേണ്ടത് എന്താണ്? ഈസി വാഷ് വേണം. ഈസി വാഷ് കണ്ടല്ലോ, ഈസി വാഷ്. മുളൻ കഴുകുന്നതിൻ്റെ, കമ്പിളി നൂല് കഴുകുന്നതിൻ്റെ ഇതാണ്, എന്താ പറയുന്നത്, ലിക്വിഡാണ് ഇത്. ഈസി വാഷ് ഇത് 250 രൂപയാണ് 1 kg. ഇത് ബോട്ടിലും ഉണ്ട്, പാക്കറ്റിലും ഉണ്ട്. ഇപ്രാവശ്യം എനിക്ക് പാക്കറ്റാണ് കിട്ടിയത്. അപ്പോൾ ഈസി വാഷ് നമ്മളൊരു പാത്രത്തിൽ നമുക്ക് നേരിട്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാം. പക്ഷേ ഫുള്ളങ്ങ് ഒത്തിരി ആവാൻ പാടില്ല. അപ്പോൾ നമുക്ക് വെള്ളത്തിൽ കലർത്തിയിട്ട് നമുക്കിത് കഴുകാം. ഓക്കെ, എങ്ങനെ കഴുകുന്നതെന്ന് നോക്കാം. കുറച്ച് ഈസി വാഷ് നമുക്ക് ഇതുപോലെ ഇതിനകത്തോട്ട് വെള്ളത്തിലോട്ട് കുറച്ച് ഇതുപോലെ ആക്കി ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് പ്രയാസമാണ് ഇത് കഴുകാൻ, ഇപ്പോഴേ പറഞ്ഞേക്കാം. നമുക്ക് ബാത്റൂമിൽ കൊണ്ടുപോയിട്ട് കഴുകാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കത്തില്ല. എന്നുവെച്ചാൽ ഇതിൽ ഫുള്ളേ ആയാൽ അത് പ്രോബ്ലം ആവും. ഇതുപോലെ ഇങ്ങനെ ഒഴിച്ചൊഴിച്ച് കൊടുത്താൽ മതി. നമുക്ക് ബാത്റൂമിൽ എടുത്ത് കഴുകാൻ പറ്റത്തില്ല കേട്ടോ.
എത്ര വന്നാലും വലിയ ചെറുത് ബാത്റൂമിന് ചെറുതല്ല, നമ്മൾ വാഷ് ബേസിനെടുത്ത് വെച്ചിട്ടാണ് ഞാൻ കഴുകുന്നത്. പക്ഷേ വലുത് നമുക്ക് പറ്റത്തില്ല. ഓക്കെ, ഇനി നമുക്ക് കഴുകിയെടുക്കാം. ഇത്ര നല്ലതായിട്ട് അഴുക്കെല്ലാം പോയി. ഫുള്ള് പതയും കളയണം, സോപ്പ് ഫുള്ളേ കളയണം. ഒരു വട്ടവും കൂടി നമുക്ക് വെള്ളം പിടിച്ചുകൊണ്ട് വരാം. പിന്നെ നമുക്ക് കുഞ്ചലം കഴുകാം. കുഞ്ചലം പിന്നെ നമുക്ക് കുഴപ്പമില്ല, ഈസിയാണ്. താഴെ വെള്ളമൊക്കെ വീഴുവേ. അപ്പം നമ്മൾ രണ്ട് സൈഡും പിന്നെ കമ്പിളി നൂല് നല്ലതായിട്ട് കഴുകിയെടുത്തു. പിന്നെ സോപ്പ് പത പോകാൻ വേണ്ടി 2-3 പ്രാവശ്യം വെള്ളം കഴുകിയാൽ മാത്രമേ പത പോകത്തുള്ളൂ, എന്നാൽ മാത്രമേ വൃത്തിയാകത്തേ ഉള്ളൂ. പിന്നെ നമുക്ക് ഇച്ചിരി കുറച്ച് പ്രയാസമാണ്, പക്ഷേ എന്നാൽ നമ്മുടെ നെറ്റിപ്പട്ടം നല്ല പുതിയതായിട്ടിരിക്കും. പിന്നെ അതുപോലെ തന്നെ കുഞ്ചലം കഴുകിയിട്ടുണ്ട്. കുഞ്ചലം നമുക്കിങ്ങനെ വെച്ച് കഴുകാൻ പ്രയാസമുള്ളവർ ഇത് ഒരാൾ പിടിച്ചുകൊണ്ട് വാഷ് ബേസിനകത്തോട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെയും കഴുകിയെടുക്കാം. കഴുകിയെടുത്തതിന് ശേഷം പിഴിഞ്ഞ് ആക്കിയിട്ട് നമുക്കിതിനി തൂക്കിയിട്ടിട്ട് ഉണക്കണം. എന്നിട്ട് നമുക്ക് ഒന്നെങ്കിൽ വെളിയിൽ കൊണ്ടുവന്ന് തൂക്കിയിടാം, ഇല്ലെങ്കിൽ അകത്ത് തൂക്കിയിട്ടാൽ നല്ല വെയിലുള്ള സമയമാണെങ്കിൽ പെട്ടെന്ന് ഉണങ്ങി കിട്ടും. അപ്പം നമ്മളിത് ഉണങ്ങാൻ വേണ്ടി തൂക്കിയിട്ടു. അപ്പോൾ ഇത് ഇത്രയും ഇളകി വന്നിട്ടുണ്ട്. അതുപോലെ അതിനകത്ത് കൊണ്ട് ഇളകിയിട്ടുണ്ട്. അപ്പോൾ ഇളകിയതെല്ലാം നമ്മൾ ഫെവിബോണ്ട് കൊണ്ട് നമുക്ക് ഒട്ടിച്ചതിന് ശേഷം അകത്ത് ഒട്ടിച്ച് വയ്ക്കാം. അത് ഉണങ്ങിയതിന് ശേഷം കാണിക്കാം. അപ്പോൾ നമ്മുടെ നെറ്റിപ്പട്ടം നോക്കിയാൽ വാഷ് ചെയ്തു, പിന്നെ പോയതൊക്കെ ഞാൻ ഒട്ടിച്ചു. പിന്നെ എക്സ്ട്രാ കുറച്ച് കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്, അത് ഞാൻ ഇതിനകത്ത് കാണിച്ചിട്ടില്ല. ഇത് ഞാനിപ്പം എന്ന് വെച്ചാൽ ഒരു ഇതുകൂടെ ഒട്ടിച്ചിട്ടുണ്ട്, ഒരു 2 റൗണ്ട് കൂടെ ഒട്ടിച്ചു. പിന്നെ അതേ ഇവിടെ ഒരു കാതിൽപ്പൂ വെച്ചിട്ട് പറഞ്ഞ് ഒട്ടിച്ചു കൊടുത്തു. ഇവിടെ ഒരു പൂ വെച്ചു. പിന്നെ പോയതെല്ലാം ഒട്ടിച്ചതാണ്. എന്തായി, നല്ല ഭംഗിയായില്ലേ കാണാൻ. ഇനി നമുക്ക് ചെയ്യാനുള്ള കാര്യം ഫൈനൽ ടച്ച്. ഇവിടെ എല്ലാം ക്ലീൻ ചെയ്തത്, ഇവിടെ എല്ലാം എന്താ പറയുന്നത്, പൊടി പിടിച്ച് അഴുക്കായിരുന്നു. അവിടെ എല്ലാം ഞാനത് നമ്മുടെ ഗിൽറ്റ് പേപ്പർ വെച്ചിട്ട് റിബൺ വെച്ചിട്ട് ഒട്ടിച്ചു കഴിഞ്ഞു. ഇനി ഫിനിഷിങ് ചെയ്യാൻ നമ്മൾ കഴുകിയെല്ലാം വൃത്തിയാക്കിയാൽ എല്ലാം തുടച്ച് ക്ലീൻ ചെയ്തു. ഇപ്പോഴും നല്ല വെട്ടമാണ്. പക്ഷെ നമ്മുടെ എങ്ങനെ വന്നാലും എല്ലാവരും ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ തുടച്ചതിന് ശേഷം എല്ലാ ആഴ്ചയിലും ഒന്ന് തുടയ്ക്കാൻ ശ്രമിക്കുക. ഇതുപോലത്തെ കോട്ടൺ തുണി എടുത്തിട്ട് തുടയ്ക്കണം. അതിനുശേഷം എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമോ, ഒരു 3 മാസം കൂടുമ്പോൾ വുഡ് പ്രൈമർ, ടച്ച് വുഡ് എന്ന് പറയും നമ്മുടെ നാട്ടിലൊക്കെ, വുഡ് പ്രൈമർ മേടിച്ചതിന് ശേഷം ബ്രഷ്, ഒത്തിരി വലിയ ബ്രഷൊന്നും വേണ്ട, ഒന്നെങ്കിൽ ഇതുപോലത്തെ ചെറിയ ബ്രഷ് ഇല്ലെങ്കിൽ ഇതുപോലത്തെ ബ്രഷ് എടുക്കുക. 20-ൻ്റെയോ അങ്ങനെയുള്ള എടുക്കുക. എടുത്തതിന് ശേഷം നമ്മൾ ഇതുപോലെ ഒന്ന് മുക്കിയതിന് ശേഷം ഇതേപോലെ ഒന്ന് അടിച്ചു കൊടുക്കുക. അപ്പോൾ എന്താ വെച്ചാൽ ഇത് നല്ല ഒരു കോട്ടിങ്ങാവും. ഇത് ഒരു കുഴപ്പവുമില്ലാതെ പൊടി വടിക്കാൻ നല്ല വൃത്തിയായിട്ട് കിടക്കും. ഈ അടിക്കുന്ന സമയത്ത് ഇതിലൊരു ബബിള് പോലും വരും. ആരും ഒന്നും അതിനകത്തൊരു ഇതാക്കണ്ട. ഇത് ഉണങ്ങുമ്പോൾ ഇതെല്ലാം മാറും. ഇതേപോലെ ചെയ്താൽ മതി.
നോക്കിയാൽ കുഞ്ചലത്തിന് ഞാനൊരു കുറച്ച് വ്യത്യാസം വരുത്താൻ വേണ്ടി കുറച്ച് ഗോൾഡൻ ബോള് ഇതുപോലെ മാല പോലെ കെട്ടിയിട്ടു. ഇവിടെ കുറച്ച് പോയിട്ടുണ്ടായിരുന്നു, അവിടെപ്പം എല്ലാം മുത്തുകളൊക്കെ വെച്ച് പൊട്ടിച്ചു. ഇനി നമുക്ക് ഒന്നുകൂടെ അതിലും ഒന്നും അടിക്കണം. കുഞ്ചലം ഇതുപോലെ അപ്പോൾ എല്ലാവരും കണ്ടല്ല പഴയ നെറ്റിപ്പട്ടം എങ്ങനെയാണ് നമ്മൾ പുതിയതാക്കിയത്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നോട്ട് ദ പോയിന്റ് ആണ്. എന്താണെന്ന് വെച്ചാൽ ഈ ചിലവർ കട്ടിയുള്ള കാർഡ്ബോർഡ് ഇട്ടായിരിക്കും ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മളൊന്ന് കഴുകുമ്പോൾ നല്ലതായിട്ട് ശ്രദ്ധിച്ചു വേണം കഴുകാൻ. എന്നിട്ട് ഞാൻ അകത്ത് കാർഡ്ബോർഡിന് പകരം തുണികളും കാര്യങ്ങളും മറ്റേ തുണികളാണ് കൂടുതൽ ഇടുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കഴുകുമ്പോൾ അത്രയും പ്രശ്നങ്ങൾ വരാറില്ല. അപ്പം അത് മാത്രമല്ല, നമുക്ക് കുറേ നാൾ നിൽക്കുകയും ചെയ്യും. പിന്നെ എല്ലാവർക്കും വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടല്ലോ. എന്നോട് എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും പറഞ്ഞതാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യണമെന്ന്. അങ്ങനെയാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നെറ്റിപ്പട്ടം ഉള്ളവരെല്ലാവരും ഇന്ന് തന്നെ എല്ലാം കണ്ട് നല്ലതായിട്ട് കഴുകി വൃത്തിയാക്കി ഇതുപോലെ തന്നെ ലാസ്റ്റിൽ 3 മാസം 4 മാസം കൂടുമ്പം ടച്ച് കൂടെ അടിക്കാൻ മറക്കരുത്. അത് ചെയ്താൽ തന്നെ നമ്മുടെ നെറ്റിപ്പട്ടം നല്ലതായിട്ട് വെട്ടി തിളങ്ങുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ.